നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡായ NCERT ക്ലാസ് 8 ഹിന്ദി മൽഹാറിലെ ചാപ്റ്റർ 5 കബീർ കെ ദോഹെ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കബീർ കെ ദോഹെ രചയിതാവ് കബീർ തന്നെയാണ്. കബീർ തൻ്റെ രചനകളിൽ പ്രേമം, ഭക്തി, സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കവീസെ പരിചയം. एक ऐसे संत जो पर्दे पर कपड़ा और मन में कविता बुनते बुनते इतने प्रसिद्ध हो गए कि उनकी कविताएं आज भी लोग भजनों की तरह सुनते हैं और पाठ्य पुस्तकों में भी पढ़ाते हैं. തൻ്റെ തറിയിൽ തുണികൾ നെയ്യുകയും മനസ്സിൽ കവിതകൾ ചൊരിയുകയും ചെയ്ത ഒരു സന്യാസി ഇന്നും ആളുകൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്തുതിഗീതങ്ങൾ പോലെ കേൾക്കുകയും പാഠ്യപുസ്തകങ്ങളിൽ പഠിക്കുകയും ചെയ്യുന്നു. തറി മീൻസ് ഇവിടെ ലൂംസ് ആണ് കേട്ടോ. തുണികളൊക്കെ നെയ്യുന്ന ഒരു ഉപകരണമാണ് ലൂംസ്. माना जाता है कि कबीर का जन्म 14वीं शताब्दी में काशी में हुआ था. അദ്ദേഹം 14ാം നൂറ്റാണ്ടിൽ കാശിയിലാണ് ജനിച്ചിരുന്നത്. ഉൻകി രചനായെ മുഖ്യത് കബീർ ഗ്രന്ഥാവലിമേം സംഗ്രഹീത് ഹെ. അദ്ദേഹത്തിൻ്റെ രചനകൾ കബീർ ഗ്രന്ഥാവലിയിലാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ആജ് ബി ഉൻകി രചനായേം ഹമേं ജീവൻ की सच्चाई को समझने और अच्छा मनुष्य को बनने की പ്രേരണ देती है. ഇന്നും അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് ജീവിതത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനും നല്ല മനുഷ്യനായി മാറുന്നതിനുമുള്ള എൻകറേജ്മെൻ്റാണ് ലഭിക്കുന്നത്. പോകാം കവിതയിലേക്ക്. കബീർ കെ ദോഹെ. सांझ बराबर तब नहीं चूट बराबर पाप जाके हृदय सांझ है जा हृदय गुरु आप. सांझ बराबर तब नहीं. सांझ് മീൻസ് സത്യം, തബ് മീൻസ് തപസ്യം, ചൂട്ട് അസത്യം അല്ലെങ്കിൽ കള്ളം, പാപ് പാപം, ജാക്കെ മീൻസ് ജിസ്കെ, ഹൃദയ മീൻസ് ഹൃദയ, ഗുരു ആപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം ശ്രേഷ്ഠമാവുക, സ്വയം ഗുരു. സാഞ്ച് ബരാബർ തബ് നഹിം ചൂട്ട് ബരാബർ പാപ്. സത്യത്തിനേക്കാൾ വലുതായിട്ടുള്ള ഒരു തപസ്സുമില്ല, അതുപോലെ തന്നെ നുണയേക്കാൾ വലുതായിട്ടുള്ള ഒരു പാപവുമില്ല. കള്ളത്തേക്കാൾ വലുതായിട്ട്, അസത്യത്തേക്കാൾ വലുതായിട്ടൊരു പാപവുമില്ല. ജാക്കെ ഹൃദയ സാഞ്ച് ഹെ താ ഹൃദയ ഗുരു ആപ്പ്. ജാക്കെ മീൻസ് ജിസ്കെ എന്നാണ്. ആരുടെ ഹൃദയത്തിലാണോ സത്യമുള്ളത് അവരുടെ ഹൃദയം സ്വയം ശ്രേഷ്ഠമായി തീരും എന്നാണ് ഇവിടെ കബീർ പറയുന്നത്. ബഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഗജൂർ പന്തി കോ ഛായ നഹിം ഫൽ ലാഗൈ അദീദൂർ. ബഡാ ഹുവാ തോ ക്യാ ഹുവാ ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി എത്ര വലിയ പൊസിഷനിലാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിനെ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവുമില്ലെങ്കിൽ അയാൾ പേട് ഗജൂർ മീൻസ് ഡേറ്റ് പാം, ഈന്തപ്പനയെ പോലെ ആയി തീരും. കാരണം ഈന്തപ്പന വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മരമാണ്, നല്ല ഹൈറ്റുള്ളൊരു മരമാണ്. അതിൻ്റെ ഹൈറ്റ് കാരണം പന്തി മീൻസ് യാത്രക്കാർക്ക്, ഛായ നഹിം ഛായ മീൻസ് ഷെയ്ഡ്, തണൽ ലഭിക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഫൽ ലാഗെ അദീദൂർ, അത് വളരെ ഹൈറ്റുള്ളത് കാരണം തന്നെ അതിൻ്റെ പഴങ്ങൾ ലഭിക്കുന്നതും അധികം എളുപ്പമല്ല. ഗുരു ഗോവിന്ദ് ദോവും ഗഡെ കാക്കെ ലാഗോം പായ് ബലിഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് ദിയോ ബദൈ. ഗുരു ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെയാണ്. ദോവും മീൻസ് ദോനും ഗഡെ, ഗുരുവും ഗോവിന്ദും രണ്ടുപേരും നമ്മുടെ സമീപത്ത് നിൽക്കുകയാണ്. കാക്കെ ലാഗോം പായ്, കാക്കെ മീൻസ് കിസ്കെ, ലാഗോം പായ് ലാഗെ മീൻസ് ചൂന്ന തൊടുക, വണങ്ങുക, പായ് മീൻസ് പയർ. ആരുടെ ചരണമാണ് നിങ്ങൾ ആദ്യം വണങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവും ഗോവിന്ദും നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്, സമീപത്ത് നിൽക്കുകയാണ്. ആരുടെ പാദങ്ങളാണ്, ആരുടെ ചരണങ്ങളാണ് നിങ്ങൾ ആദ്യം നമസ്കരിക്കുക. ബലിഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് ദിയോ ബദായ്. കബീർ പറയുകയാണ്, ഞാൻ ആദ്യം വണങ്ങുക ഗുരുവിനെ തന്നെയാണ്. കാരണം ഗുരുവാണ് നമ്മൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഭഗവാന്റെ സമക്ഷത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നതുമെല്ലാം എന്താണ്? ഗുരുവാണ്. അധിക ബല ന ബോൽന അധിക ബല ന ചൂപ്പ് അധിക ബല ന ബർസന അധികി ബലി ന ധൂപ്പ്. അധിക് മീൻസ് അധികം, ബല ന ബോൽന ബല മീൻസ് അച്ഛ. അധികം സംസാരിക്കുന്നതും നല്ലതല്ല, അധിക ബല ന ചൂപ്പ് അധികം സൈലൻ്റ് ആയിരിക്കുന്നതും നല്ലതല്ല.
അധിക ബല ന ബർസാന, ഒരുപാട് മഴ പെയ്യുന്നത് നല്ലതല്ല. അധിക ബലി ന ധൂപ്, ഒരുപാട് വെയിലും നല്ലതല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നേച്ചറിൽ എങ്ങനെയാണോ ബാലൻസ് സന്തുലനാവസ്ഥയുള്ളത്, അതുപോലെ തന്നെ ഒരു സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഒരു ബാലൻസ് നമ്മുടെ സ്വഭാവത്തിലും വേണം എന്നാണ് കബീർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏസി ബാനി ബോലിയെ മൻ കാ ആപ്പ ഗോയ് ഔരൻ കാ സീതൾ കരെ ആപ്പഹും സീതൾ ഹോയ്. ഏസി ബാനി ബോലിയെ, ഇങ്ങനെയുള്ള വേർഡ്സ് പറയൂ. മൻക ആപ്പ ഗോയ്, മനസ്സിൽ നിന്നും. ആപ്പ മീൻസ് ഗമണ്ട്, അഹങ്കാരം. ഗോയ് മീൻസ് ഗോന, നഷ്ടപ്പെടുത്തുന്ന, കളയുന്ന. മനസ്സിൽ നിന്നും അഹങ്കാരം കളയുന്ന വേർഡ്സ് നമ്മൾ പറയുക. ഔരൻകോ സീതൾ കരൈ ആപ്പഹും സീതൾ ഹോയ്, അത് മറ്റുള്ളവർക്കും. ഔരൻകോ മീൻസ് ദൂസരംകോ സീതൾ കരൈ, അത് മറ്റുള്ളവരുടെ മനസ്സിനെയും തണുപ്പിക്കും. നമ്മുടെ സ്വീറ്റ്നെസ്, വേർഡ്സിൻ്റെ സ്വീറ്റ്നെസ് മറ്റുള്ളവരുടെ മനസ്സിന് തണുപ്പിക്കുകയും അവരുടെ മനസ്സിന് ശാന്തി നൽകുകയും, അതുപോലെ തന്നെ ആപ്പഹും സീതൾ ഹോയ്, നമ്മുടെ സ്വന്തം. ആപ്പഹും മീൻസ് ഖുദ്കോ, നമ്മുടെ സ്വയം മനസ്സും കൂടി എന്താകും, അവിടെ ശാന്തമായിരിക്കും. നിന്ദക നിയരെ രാഖിയെ ആംഗൻ കുടി ചവായ് ബിൻ പാനി സാബുൻ ബിന നിർമ്മൽ കരൈ സുബായ്. നിന്ദക് നിയരെ രാഖിയെ, നിന്ദക് മീൻസ് നിന്ദിക്കുന്നവർ, വിമർശിക്കുന്നവർ, ക്രിട്ടിക്സ്. നിയരെ രാഖിയെ, നിയരെ മീൻസ് നിയർ, രാഖിയെ മീൻസ് രഖിയെ. നിന്ദിക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ എന്ത് ചെയ്യണം, നമ്മളുടെ കൂടെ നിർത്തണം. ആംഗൻ കുടി ചവായ്, അവർക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കുടി, കുടി മീൻസ് ചോപ്പടി, ഹട്ട്, കുടിൽ നിർമ്മിക്കുവാനുള്ള ഒരവസരവും നൽകണം. കാരണം എന്താ, ബിൻ പാനി സാബുൻ ബിന നിർമ്മൽ കരൈ സുബായ്. ബിൻ പാനി സാബുൻ ബിന, വെള്ളവും, സാബുൻ മീൻസ് സോപ്പ്, വെള്ളവും സോപ്പും ഒന്നും കൂടാതെ. നിർമ്മൽ കരൈ സുബായ്, സുബായ് മീൻസ് സ്വഭാവം. അവർ നമ്മളുടെ സ്വഭാവം എന്ത് ചെയ്യും, നിർമ്മൽ മീൻസ് ശുദ്ധമാക്കി തരും. കാരണം അവരുടെ വിമർശക സ്വഭാവം കാരണം നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും നമ്മൾ സ്വയം തന്നെ നേരെയാവാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യുന്നു. സാധു ഏസാ ചാഹിയെ ജൈസെ സൂപ് സുബായ് സാർ കോ ഗഹി രഹേ ദോധ ദേയി ഉഡായ്. സാധു മീൻസ് ജനറൽ പീപ്പിൾ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ വ്യക്തി. ഏസാ ചാഹിയെ, ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, ജയ്സ സൂപ്പ് സുബായ്. സൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരരിപ്പയാണ്, നമ്മളുടെ ആട്ടയൊക്കെ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പയില്ലേ, അതുപോലെ ഉള്ള ഉപകരണത്തിന് പറയുന്ന പേരാണ് സൂപ്പ്. സുബായ് മീൻസ് സ്വഭാവം. സാർ കോ ഗഹി രഹേ ദോദാ ദേയി ഉഡൈ. സാർ മീൻസ് മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മൂല്യമുള്ള സ്വഭാവം. ഗഹി രഹേ മീൻസ് ഗ്രഹൺ കർണ, അതായത് അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. ദോദ മീൻസ് വേസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ. ഉഡായ് മീൻസ് എടുത്തു കളയുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുക. സാധു ഏസാ ചാഹിയെ ജയ്സ സൂബ് സുബായ്. സാധു അതായത് ഒരു ശ്രേഷ്ഠ വ്യക്തി, ഒരു നല്ല വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു അരിപ്പ പോലത്തെ ഉള്ളവനായിരിക്കണം. കാരണം എന്താണ്, അത് നല്ല മൂല്യമുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും വേസ്റ്റായിട്ടുള്ള ഉപയോഗമില്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ മോശം കാര്യങ്ങളെ തിരസ്കരിക്കാനുമുള്ള കഴിവുള്ളവനായിരിക്കണം ആര്, ഒരു സാധു അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ വ്യക്തി എന്ന് പറയുന്നത്. കബീര മൻ പഞ്ചി ഭയ ഭാവേ തഹുവാം ജായ് ജോ ജയ്സി സംഗതി കരൈ സോ തൈസ ഫൽപായ്. കബീര മൻ പഞ്ചി മീൻസ് പക്ഷി. കബീരൻ്റെ മനസ്സ്, മൻ മീൻസ് മനസ്സ്. കബീറിൻ്റെ മനസ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്, കബീർ ജീനെ कहते हैं कि उनका मन पंजी जैसा है, പഞ്ചീനെ പോലെയാണ്. കാരണം ജഹാം ജാനാ ചാഹത്താ ഹെ വഹാം ഉഡ്തി രഹത്തി ഹെ, മൻ ബി വഹാം ഉഡ്തി രഹത്തി ഹെ. എവിടെയാണോ പക്ഷികൾ എങ്ങോട്ടാണോ പറക്കുന്നത് അതുപോലെ തന്നെയാണ് മനസ്സും അവിടെ ഇവിടെയും പറന്ന് നടക്കുകയാണ്. ജോ ജൈസി സംഗതി കരൈ സോ തൈസ ഫൽ പായ്. ജോ ജയ്സി സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ തൈസ ഫൽ പായ്, അതുപോലെ എങ്ങനെയാണോ നമ്മളുടെ കൂടെ താമസിക്കുന്നവരുടെ സ്വഭാവം അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയും, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടുകയും, അവരൊരു മോശം വ്യക്തിയാണെങ്കിൽ ആ മോശം സ്വഭാവം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. കബീർ കി ദോഹൻ എഴുതിയിരിക്കുന്ന സന്ദർഭം കബീർ വചനാവലിയിൽ നിന്നാണ്. ഇതിൻ്റെ സമ്പാദക് മീൻസ് എഡിറ്റർ അയോധ്യ സിംഗ് ഉപാധ്യായ്, അയാളുടെ
വിളിപ്പേരാണ് ഹരി ഔദ് എന്നറിയപ്പെടുന്ന അയോധ്യ സിംഗ് ഉപാധ്യായാണ് ഈ ഒരു കബീർ വചനാവലിയുടെ എഡിറ്റർ. ഓരോ ലൈൻസിൻ്റെയും മീനിങ് നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും ഇതിനോടുകൂടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫസ്റ്റ് 2 ലൈനിൻ്റെ മീനിങ് ആണ് സാഞ്ച് സെ ബഡാ കോയി തപസ്യ നെഹിം ഹെ യാ ചൂട്ട് സെ ബഡാ കോയി പാപ് ബി നെഹിം ഹെ ജിസ്കെ ഹൃദയ പർ സത്യ ഹെ വഹ് ഹൃദയ സ്വയം ശ്രേഷ്ഠ ബൻ ജാത്ത ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിനേക്കാൾ വലുതായിട്ടൊരു തപസ്സുമില്ല, അതുപോലെ തന്നെ നുണയേക്കാൾ വലുതായിട്ട് ഒരു പാപവുമില്ല. ആരുടെ ഹൃദയത്തിലാണോ സത്യമുള്ളത് അവരുടെ ഹൃദയം സ്വയം ശ്രേഷ്ഠമായി മാറുന്നു. രണ്ടാമത്തെ ലൈനാണ് ബഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഗജൂർ पंदी को छाया नहीं फल ला गई आदि दूर मीन्स जो व्यक्ति किसी ऊंचा पद पर होगा वह किसी का काम पर नहीं आता तो वह गजूर का पेड़ जैसा है कि ऊंचे होने के कारण वह पेड़ किसी यात्रियों को छाया या फल नहीं देता है എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എത്ര ഹൈ പൊസിഷനിലിരിക്കുന്ന ആളും ആയിക്കോട്ടെ, അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് മറ്റൊരു ഉപകാരവും ഇല്ലെങ്കിൽ അയാൾ ഗജൂർ എന്ന പേടിനെ പോലെയാണ്, ഡേറ്റ് പാമിനെ പോലെയാണ്. കാരണം അതിൻ്റെ ഒരു ഹൈറ്റ്നസ് കാരണം ആ പേട് യാത്രക്കാർക്ക് തണലോ അതുപോലെ തന്നെ എളുപ്പത്തിൽ ഫലമോ നൽകുന്നില്ല. അടുത്ത ലൈനാണ് ഗുരു ഗോവിന്ദ് ദോവും ഗഡെ കാക്കെ ലാഗോം പായ് ബലിഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് തിയോ ബദായ്. ഗുരുവും ഗോവിന്ദ്, ഗുരു और गोविंद दोनों हमारे सामने गड़ा है तो हम किसका पाव पर पहले छुए. ഗുരുവും ഗോവിന്ദും ഗുരുവും ഭഗവാനും രണ്ടുപേരും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആരുടെ കാലിലാണ് ആദ്യം നമസ്കരിക്കുക. കബീർജീനെ കഹാക്കി പഹലെ ബലിഹാരി ഗുരു കെ പാവ് ചുവേ. കബീർജി പറയുകയാണ് ഞാൻ ആദ്യം ബലിഹാരി ഗുരുവിൻ്റെ പാദങ്ങളിലാണ് നമസ്കരിക്കുക. കാരണം ക്യോങ്കി ഉനോനെ ഹമേ ഗുരു കെ ബാരെ മേ പഹലെ ബതാ ദിയാ ഹെ. കാരണം അദ്ദേഹമാണ് നമ്മൾക്ക് ഗുരുവിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു നല്ലത്. ഇവിടെ ഗുരു കെ ബാരെ മേ അല്ല കേട്ടോ, ഗോവിന്ദ് കെ ബാരെ മേ പഹലെ ബതാ ദിയാ ഹെ. നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ഗോവിന്ദിനെ കുറിച്ചുള്ള അറിവ് ആദ്യം നമുക്ക് നൽകിയത് ഗുരു ആണ്. അടുത്ത ലൈനാണ് അധിക ബല ന ബോൽന അധിക ബല ന ചൂപ്പ് അധിക ബല ന ബർസന അധികി ബലി ന ധൂപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക് ബോൽന യാ അധിക് ചൂപ്പ് രഹന അച്ഛാ നഹിം ഹെ और अधिक बारिश या अधिक धूप भी अच्छा नहीं क्योंकि जैसे प्रकृति में संतुलन हो वैसे ही अपने स्वभाव में भी संतुलन होनी चाहिए. ഒരുപാട് സംസാരിക്കുന്നതും ഒരുപാട് സൈലൻ്റ് ആയിരിക്കുന്നതും ഒരുപാട് മഴ പെയ്യുന്നതും ഒരുപാട് വെയിലുള്ളതുമൊന്നും നല്ലതല്ല. കാരണം എങ്ങനെയാണോ പ്രകൃതിയിൽ സന്തുലനാവസ്ഥ പാലിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരു സന്തുലനമായിട്ടുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് സംസാരിക്കുന്നതും ഒരുപാട് സൈലൻ്റ് ആയിരിക്കുന്നതുമൊന്നും നല്ലതല്ല. അടുത്തത് ऐसी बानी बोलिए मन का आपा गोई औरन को शीतल करे आप हुम शीतल होई. ഏസി ശബ്ദ് പോലെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുക. എങ്ങനെയുള്ളത്? ജോ ഗമണ്ട് കോ ദൂർ കർണ, അഹങ്കാരത്തിനെ ദൂരെ അകറ്റുന്ന വാക്കുകൾ, സ്വീറ്റായിട്ടുള്ള വാക്കുകൾ വേണം നമ്മൾ പറയുന്നതിനായിട്ട്. ക്യോംകി വഹ് ദൂസരോം കോ മൻ യാ ഗുദ് കാ മൻ ബി ശുദ്ധ് അവർ നിർമ്മൽ കർത്താ ഹെ. കാരണം അങ്ങനെയുള്ളൊരു സ്വീറ്റായിട്ടുള്ള വേർഡ് നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെയും സ്വയം നിർമ്മലമാക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ മധുരമായ ശബ്ദം കേൾക്കുമ്പോൾ, നമ്മുടെ മധുരമായ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു സന്തോഷമാണ് ഉണ്ടാവുക എന്നാണ് കബീർ പറയുന്നത്. നിന്ദക് നിയരെ രാക്കിയെ ആംഗൻ കുടി ചവായ് ബിൻ പാനി സാബുൻ ബിന നിർമ്മൽ കരൈ സുബായ്. നിന്ദക് മീൻസ് ഇവിടെ ആലോചക് എന്നാണ് പറയുന്നത്, വിമർശകൻ, ക്രിട്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിന്ദിക്കുന്നവർ. आलोचकों को हमारे पास रखना चाहिए, उनको हमारे घर के आंगन में चौपड़ी बनाने की बसा लेना चाहिए क्योंकि उसकी आलोचक स्वभाव से वह हमारे गलतियों को बाहर निकाल कर हमारे मन शुद्ध कर देते हैं और मन भी हमें खुद को सुधार कर सकते हैं. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആലോചകോങ്കോ ഹമാര പാസ് രഖ്നാ ചാഹിയെ, വിമർശകരെ നമ്മളുടെ അടുത്ത് നിർത്താൻ ശ്രമിക്കണം. കാരണം അവർക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കുടിൽ ഹട്ട് കെട്ടാനുള്ള ഒരവസരവും നൽകണം. കാരണം ആ വിമർശകരുടെ സ്വഭാവം കാരണം അവർ നമ്മളുടെ തെറ്റുകളെക്കുറിച്ച് എപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുകയും ആ വിമർശനങ്ങൾ കേട്ട് നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുകയും അതുപോലെ തന്നെ സ്വയം നന്നാവാനുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. साधु ऐसा चाहिए जैसा सूप सुबाई सार सार को गही रहे तोता देई उड़ाए. मीन्स श्रेष्ठ व्यक्तियों को ऐसा पहचान कर सकते हैं कि उसका स्वभाव सूप जैसा होता है कि वह अच्छाइयों को स्वीकार करता है और बुराइयों को अस्वीकार करता है, क्योंकि सूप वहीम होता है वे गेहूं को भूसी से अलग कर देते हैं. ഒരു ശ്രേഷ്ഠ വ്യക്തിനെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അരിപ്പ പോലെയാണ്. അരിപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആട്ടയിൽ നിന്നൊക്കെ വേസ്റ്റ് പുറത്ത് നീക്കി തരുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, അതിനാണ് സൂപ്പ് എന്നിവിടെ പറയുന്നത്. സൂപ്പ് ജൈസ ഹോത്താ ഹെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തുപോലെയാണ്? ഒരു ശ്രേഷ്ഠ വ്യക്തിയുടെ സ്വഭാവം ഒരു അരിപ്പ പോലെയാണ്. കാരണം അയാൾ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ മോശം കാര്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേഹുമിൽ നിന്നും ബൂസി മീൻസ് വേസ്റ്റ് അലഗ് കർ ദേത്തെ ഹെ, വേർതിരിച്ച് തരുന്നത് പോലെയാണ്. അടുത്തത് കബീര മൻ പഞ്ചി ഭയ ബാവേ തഹുവാം ജായ് ജോ ജൈസി സംഗതി കരെ സോ തൈസ ഫൽ പാए. अर्थ कबीर जी ने कहता है कि हमारे मन पंजी जैसा है कि जहाँ जाना है പഞ്ചിയോം കെ തര മൻ ബി ഉടുത്തി രഹത്തി ഹെ. കബീർ പറയുകയാണ് നമ്മുടെ മനസ്സൊരു പഞ്ചീനെ പോലെയാണ്, ഒരു പക്ഷിയെ പോലെയാണ്. കാരണം എവിടേക്കാണ് പറന്നു പോകേണ്ടതെന്ന് പക്ഷികൾ എവിടേക്ക് പറന്നു പോകുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും പറന്നുകൊണ്ടിരിക്കുന്നത്. हम किसके साथ दोस्ती बन रहे हो उसका फल हमारे जीवन में भी മിൽ ജായേഗ. നമ്മൾ ആരുടെ കൂടെയാണോ നമ്മൾ സുഹൃത്തുക്കളായിരിക്കുന്നത് അവരുടെ ആ ഒരു റിസൾട്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. इसलिए हम सोच समझकर दोस्ती बनना पड़ेगा क्योंकि उसका अच्छा और बुरा आदतें हमारे जीवन में भी प्रभावित होता है. അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച് വേണം ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ. കാരണം അയാളുടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. ഒരു വ്യക്തി നല്ലതാണെങ്കിൽ അയാളുടെ നല്ല ശീലങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ അയാൾ ഒരു മോശമാണെങ്കിൽ ആ മോശ സ്വഭാവവും നമ്മളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ഇതിൻ്റെ ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് ഒരു കമൻറ്റും.